ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മൾ ഓട്സിനെ കൊണ്ടുള്ള ഒരു ദോശയാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഈ ഓട്സ് ദോശ കറക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒട്ടും ഓയിലോ നെയ്യോ ഒന്നും ഇപ്പോൾ ചേർക്കേണ്ടതില്ല. നമുക്കിത് നന്നായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തണുത്ത് കിട്ടിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തതാണ് ഞാനിപ്പോൾ ഇവിടെ ഈ പാത്രത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ നന്നായിട്ട് ഞാനിത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല നൈസായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അടിപൊളിയായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ആട്ട ചേർക്കാം. ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് ഈ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് ഉപ്പ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിത് ചേർക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു നല്ലൊരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് നമുക്ക് നോക്കി എത്രയാണോ വെള്ളം വേണ്ടുന്നത് ആ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ബാറ്റർ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പെല്ലാം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. നമ്മളിതിലിട്ടിട്ടുള്ള ഓട്സിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് നല്ല കുതിർന്ന് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഓട്സ് ദോശ ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി വരുന്നുണ്ട്. ഞാനിപ്പോൾ ദോശക്കല്ലിലല്ല ഇത് ചുട്ടെടുക്കുന്നത്. ഇതുപോലത്തെ ഒരു പാനിലാണ് ഞാനിപ്പോൾ ചുട്ടെടുക്കുന്നത്. നന്നായിട്ട് അതിൽ ഓയിൽ ചെയ്യുക, അതായത് ഗ്രീസ് ചെയ്യുക. കൂടുതൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് 1-2 കയ്യിൽ ഈ ദോശമാവ് ഇതിലേക്ക് ഒഴിക്കാം. അത് നമുക്ക് എത്രയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു വലിയ കയ്യിൽ ദോശമാവാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് നൈസായിട്ട് നമ്മൾ പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു കട്ടിയിൽ നമുക്കിത് പരത്തി കൊടുക്കാം. എന്നിട്ട് ഒരുപാട് കട്ടിയാകാനും പാടില്ല, അപ്പോൾ അധികം വെന്ത് കിട്ടൂല. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ എണ്ണ ഇതിൻ്റെ മേലെ നമുക്ക് ഒന്ന് പുരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ അതുപോലെ തന്നെ നെയ്യ് എല്ലാം ഇതിൻ്റെ മേലെ ഇട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇനിയിപ്പോൾ ഒരു ഭാഗം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് മറിച്ചിട്ട് അങ്ങനെ നമ്മൾ നോക്കി ഇത് ചുട്ടെടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകാണ്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ദോശ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഇനി അടുത്ത ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ എല്ലാ ദോശയും നമ്മൾ ഇതുപോലെ ചുട്ടെടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അതും സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതോ നമുക്ക് ഡിന്നറായിട്ടോ എല്ലാം കഴിക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ.